ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ? എക്സെപ്ഷൻ റിപ്പോർട്ട്സ് എന്താണെന്ന് നോക്കാം. അതിനായി ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ പോയിട്ട് എക്സെപ്ഷൻ റിപ്പോർട്ട്സ് എടുക്കുക. എക്സെപ്ഷൻ റിപ്പോർട്ട്സിൽ നമുക്ക് ആദ്യം ഓപ്ഷണൽ വൗച്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒരു ട്രാൻസാക്ഷൻസ് ഫ്യൂച്ചറിൽ നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കണക്കാക്കി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്ഷണൽ വൗച്ചർ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പ്രൊഫോമ ഇൻവോയ്സ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? പലരും കേട്ടിട്ടുണ്ടാവും. പ്രൊഫോമ ഇൻവോയ്സ് ഒരു ആക്ച്വൽ ഇൻവോയ്സ് അല്ല, താൽക്കാലികമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻവോയ്സ് മാത്രമാണ് പ്രൊഫോമ ഇൻവോയ്സ്. അതുപോലെ എന്ത് കാര്യങ്ങളും ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ സെയിൽ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എടുത്ത് ഒരു സെയിൽ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുക. പക്ഷെ അത് ഓപ്ഷണലായിട്ടാണ് ചെയ്യുന്നത്. ഓപ്ഷണൽ ചെയ്യാനായിട്ട് സൈഡിൽ Ctrl+L പ്രസ് ചെയ്താൽ മതി, നമുക്ക് ഓപ്ഷണലായിട്ട് ഈ ഇൻവോയ്സ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ചാനലിൽ നിന്ന് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ ബെനിഫിറ്റ്സ് ലഭിക്കും. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ടാലി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. GST ഫയലിംഗ്, IT ഫയലിംഗ്, ഒരു ഓഫീസിൽ പോയാൽ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ഇതൊക്കെ ലഭിക്കണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. വെറുതെ നമ്മൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെ ഒരു ഓഫീസിൽ പോയാൽ വർക്ക് ചെയ്യാം, അതുപോലെ പുതിയ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കോൺടാക്റ്റ് ചെയ്യുക.